അടയ്ക്കും കുരുമുളകിനും തേങ്ങയ്ക്കുമെല്ലാം താങ്ങുവില വർദ്ധിച്ചപ്പോൾ മനുഷ്യന് മാത്രം മാങ്ങാണ്ടിയുടെ പോലും വില കൽപ്പിക്കാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. കേരളം മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം. മലമ്പുഴ ഇടമലയാർ ഇടുക്കി ബീച്ചി കുറ്റ്യാടി വറ്റി വരണ്ട ഡാമുകളുള്ള കേരളം. കേരളം കേരളം മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം. മലമ്പുഴ ഇടമലയാർ ഇടുക്കി ബീച്ചി കുറ്റ്യാടി വറ്റി വരണ്ട ഡാമുകളുള്ള കേരളം. തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ. ആ നിക്ക് 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 സാറേ, എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ചു പോണേ. അല്ല കൂട്ടുകാരാ, എന്തിനാ ഈ പിരിവ്? എന്തിനാണെന്നാ? അനിയ, സുനാമി കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ഇപ്പോഴും അതിന്റെ പേരിൽ തന്നെയാണോ പിരിവ്? ആ, ഞങ്ങൾ അങ്ങനെ. ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ഈ ദുരന്തം വെച്ച് ഞങ്ങൾ പിരിച്ചു തിന്നും. അത് ശരി. എടാ, നിനക്കൊക്കെ വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടാ? എങ്ങനെ പണിക്ക് പോകൂന്ന് പറഞ്ഞേട്ടാ? എങ്ങനെ പണിക്ക് പോകാനെന്നാ? എടാ, ഞങ്ങളൊക്കെ വീടും കുടുംബം ഉപേക്ഷിച്ച് വിദേശത്ത് പോയി പൊരിവയലത്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ജീവിക്കണേ. പിന്നെ നിനക്കൊക്കെ എന്താ ഒരു പണിക്ക് പോയാ? എന്റെ ചേട്ടാ, പണിയെടുത്ത് ജീവിക്കണമെന്നുണ്ട്. പക്ഷെ ഈ നശിച്ച നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അതെന്താ? 1-ാം തീയതി ഹർത്താല്, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി. കേരള നാട്ടില് പണിമുടക്കിന്റെ പൂരം. എന്തൊക്കെ പറഞ്ഞാലും ശരി, 5ന്റെ പൈസ ഞാൻ തരില്ല. തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ ഗൾഫുകാരാ മൂരാച്ചി ഗൾഫുകാരാ മൂരാച്ചി പിന്നെ പിന്നെ കണ്ടോളാം പിന്നെ പിന്നെ കണ്ടോളാം. ആ, കണ്ടോളാം കണ്ടോളാം. അല്ല, ആരാ ഇത്? കാതറേ, നീ എപ്പോഴാ ഗൾഫിൽ നിന്ന് വന്നത്? വരുന്ന വഴിയേക്ക. നീ ആകെ ക്ഷീണിച്ച് മെലിഞ്ഞു പോലെടുക്ക. എന്ത് പറയാനേക്ക, ഹാർഡ് വർക്കല്ലേ. ആട് വർക്ക് ചെയ്യണേന് നിനക്ക് എന്താ കുഴപ്പം? ഹാർഡല്ല, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. ഓ, മാത്രമല്ലേക്ക, ക്ലൈമറ്റും പിടിച്ചില്ല. അതെങ്ങനെയാ? പാസ്പോർട്ടും വിസയൊക്കെ ഉണ്ടെങ്കിൽ ക്ലൈമറ്റും അല്ല ഒരാളും നിന്നെ പിടിക്കൂല. അതൊക്കെ പോട്ടേക്ക. എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? നിന്റെ വീട്ടിലെ വിശേഷം അല്ലേ വിശേഷം? എടാ, നിന്റെ വീടിന്റെ ഒത്ത നടുക്കൂടിയല്ലേ പുതിയ നാഷണൽ ഹൈവേ പോയേക്കണത്. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാ അടുക്കള റോഡിന്റെ അപ്പുറത്തും കിടപ്പൂർ റോഡിന്റെ ഇപ്പുറത്തുവാ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഊട് കഴിഞ്ഞൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ റോഡിന്റെ ഇപ്പുറത്ത് വരേണ്ടി വരും. വേണ്ടി വരും. എന്നാ ഞാൻ പോട്ടേക്ക. വേണ്ടില്ലേ, വല്ല ബ്ലോക്ക് കിട്ടണ കഴിയുമ്പോ അടുക്കളേന്റെ ബെഡ്റൂമിൽ എത്താൻ നോക്കാം. എന്താ ഈ കാണുന്നത്? ഇപ്പോഴത്തെ പെമ്പുള്ളേരൊരു കോല്. മോളെ മോളെ, നീ ആ പള്ളിപ്പറമ്പിലെ ബർഗീസിന്റെ മോളല്ലേ? എന്താ മോക്കടെ പേര്? എന്ത് പെറ്റെണീറ്റോന്നോ? എടി കൊച്ച, നിന്റെ തുണിയില്ലാത്ത ഫോട്ടോ അല്ലേ പത്രത്തിൽ വന്നത്? അയ്യോ, അതെന്റെ ഫോട്ടോ അല്ല. പിന്നെ അത് കമ്പ്യൂട്ടർ തട്ടിപ്പാ. ഈ തലവെട്ടി കേട്ടില്ലേ? ആ, അങ്ങനെ. ആ തുണിയില്ലാത്ത ശരീരം മാത്രം എന്റെ ഉള്ളൂ. തല വേറെ ആളുടെ. അത് ശരി, തല. ആട്ടെ, എന്താ നിന്റെ അച്ഛന്റെ പണി? വാച്ചറാ. അമ്മയോ? ടീച്ചറാ. വെറുതെ അല്ല നീ ഇത്ര കച്ചറയത്. എടി കൊച്ചേ, പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ, ഇടി പെണ്ണേ. അടിനടി നീ നടക്കാൻ നോക്കല്ല കള്ളി, കൊച്ചു കള്ളി. പഠിക്കാൻ വിട്ട പെണ്ണാണ്
പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടുമാവിലെ മാങ്ങ ഒരു ചരക്കാണല്ലോ നിൽക്കുന്നത്. ഒന്ന് ലയിപ്പിച്ച് നോക്കാം. ഹായ്, പേരെന്താന്നാ പറഞ്ഞേ? അതിന് ഞാൻ പേരൊന്നും പറഞ്ഞില്ലല്ലോ. തമാശക്കാരിയാണല്ലേ? അല്ല, ആലപ്പുഴക്കാരിയാ. ദേ പിന്നെ തശാമ ഒന്ന് കൂടെ ഉള്ളൂ. സിസ്റ്റർ, മുഖസ്തുതിയാണെന്ന് കരുതരുത്. സിസ്റ്റർ കാണാൻ എന്നെ സുന്ദരിയാന്നറിയാമോ? ആണോ? ആ, നവ്യ നായരെക്കാളും കവ്യ മാധവനേക്കാളും അയ്യോ, സുന്ദരിയല്ലേ മീര യാസ്മിൻ? കാലത്തെ മനുഷ്യന് മെനക്കെടുത്ത് താൻ ആരാടോ? എന്ത്? ഞാൻ ആരാന്നോ? എന്റെ പേര് മായിൻ കുട്ടി, പെണ്ണു നാലഞ്ചെണ്ണം കിട്ടി, പെണ്ണു കാണാൻ വന്നതാണു ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. തന്നെ കാണാൻ എന്റെ ബാപ്പ കാത്തിരിപ്പുണ്ട്. അതേടാ, നിന്നെ കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. വന്ന് ജീപ്പി കയറാ. എടാ പറയ, പോലീസുകാരോട് കളിക്കരുത്. കളിച്ചാൽ അയ്യോ, പോലീസുകാരോട് വേലയിറക്കിയ ലാത്തിക്കു കുത്തുമെടാ. സത്യം പറഞ്ഞില്ലേ ബെഞ്ച കിടത്തിയിട്ട് നിന്നെ ഉരുട്ടുമെടാ. എസ് ഐ വന്നതാ നോക്കടാ, തോപ്പിതേ നിന്നെ മണപ്പിച്ച നാറ്റ മങ്ങിട്ടെന്ന ബോധം പോകുമെടാ, നിന്റെ കാറ്റ് പോകുമെടാ. അങ്ങനെ തന്നെ വേണം. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കൂട്ടി മുറുക്കിൽ നടക്കണത് അരവട്ടി. അതാണ്ട ഇതാണ്ട അരുണാചലം അരടവട്ടി. ആരാത്? എല്ലാം ദൈവമേ, ആര് നിക്കണത്? തമ്പാനൂർ തങ്കമ്മേ. തങ്കമ്മേ, മുല്ലപ്പൂവും ചൂടി മൂളിപ്പാട്ടും പാടി പോലീസ് കാണാതെ മതിൽ മെല്ലെ ചാടി. തങ്കമ്മേ വാ, ബസ് സ്റ്റാൻഡിൻ സൈഡിലൂടെ വാ. വേണ്ട, ഒന്നും പറയണ്ട. എന്നെ കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു തങ്കു, നിന്നെ വല്ലപ്പോഴും സ്നേഹിച്ചിട്ട് തന്നെ എന്റെ വീടിന്റെ ആധാരം ഇപ്പൊ പണയത്തില. എനിക്കൊന്നും കേക്കണ്ട. ചക്രന്റെ ചക്രയിലെഴുതി എന്താ? അക്കരെ ഇക്കരെ നിന്നാൽ നമ്മുടെ ബിപി കൂടും. തങ്കമ്മേ ബിപി കൂടും. ലോട്ടോ കിട്ടിയാൽ ഇന്നു നമ്മുടെ താജിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് ലോഡ്ജിലേക്ക്. എന്നിട്ട് ഹൊയ്ലമാലി, നമുക്ക് ലൈസമാലി. ഹൊയ്ലമാലി ലവിഷായി ലൈസമാലി. ഈശ്വരന്മാരേ, ആരാത്? തനിക്ക് നാണില്ലടോ ഇങ്ങനെ ആണുങ്ങളുടെ വിലയും കളഞ്ഞ് പെണ്ണുങ്ങളുടെ പിറകെ നടക്കാൻ? ഇയാൾക്ക് ഞാനില്ലേ? ഇങ്ങോട്ട് വാടോ, ഇവിടെ വരാൻ. കയ്യെന്നുള്ള കുരുത്ത കെട്ടവനെ. നമുക്ക് സിനിമയ്ക്ക് പോണോ പാർക്കിൽ പോണോ? നമുക്ക് ബാറിൽ പോയാല. അയ്യേ, ഈ വെണ്ടയ്ക്ക ചുണ്ടിന് ഒന്നും അറിയില്ല സാധനെ. ഇങ്ങോട്ട് വാടോ. വിടറാ. ഇങ്ങോട്ട് വരാൻ. വിടറാ. ഇങ്ങോട്ട് വരാനല്ലേ എന്റെ പറഞ്ഞേ? ദൈവമേ, ചുണ്ടിൽ ചുമപ്പും തെച്ച് ആണും പെണ്ണും കെട്ടൊരുത്തൻ കൂട്ടിനായി ഒരാളെയും തേടിട്ട് സ്റ്റാൻഡിൽ കറങ്ങി നടപ്പുണ്ടേ. നേരാണി 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 നേരാണി. ആഹാ, അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ? ദേ, ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുക, നിങ്ങളൊക്കെ ആരാ? ഞങ്ങളോ കാവേരി പുഴയിൽ കരിവീട്ടി തോണിയിൽ കരിവളയേക്കാൻ പോയോനേ മലയരയാ എന്റെ മാനഴകാ. നീ കല്യാണമാലയിട്ടൊരു പെൺമണി ഞാൻ, നീ കല്യാണമാലയിട്ടൊരു പെൺമണി ഞാൻ, കാട്ടുപുല്ല കുഴലൂതി നടന്നൊരു പെൺമണി ഞാൻ. കാട്ടുപുല്ല കുഴലൂതി നടന്നൊരു പെൺമണി ഞാൻ. എടാ മുരളി, വേണു, രാധാകൃഷ്ണ, ഇയാള് വീണുന്ന് തോന്നണില്ല കേട്ടോ. പൊക്കിക്കോടാ. ആർപ്പോയ് വിടറാ, വിടറാ, എടാ എന്നെ വിടറാ. എന്നെ അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോണേ. വീര വീര നേതാവേ, വീര വീര നേതാവേ, ധീരതയോടെ കരഞ്ഞോളൂ, ധീരതയോടെ കരഞ്ഞോളൂ. അച്ഛൻ മാത്രം പിന്നാലെ, അച്ഛൻ മാത്രം പിന്നാലെ. ലീഡർക്ക്
തരികിട തിത്താ തരികിട താ തരികിട പക്കാ തരികിട. ഒന്നായ പാർട്ടി വെട്ടി രണ്ടാക്കിയ പൊന്നുമക്കൾ. താ തരികിട തിത്താ തരികിട താ തരികിട പക്കാ തരികിട. ഈ കൊടുവള്ളി എന്നങ്ങോട്ട് കേട്ടപ്പോ ഞാൻ കരുതി അതെനിക്കൊരു പിടിവള്ളി ആകുന്നു. പക്ഷെ അത് ഇത്ര വലിയ കിനാവള്ളി ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഡിക്കിന്റെ 17 ഗുണ്ട് കെട്ടി. പക്ഷെ അതിൽ 16ഉം ഈ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടണ മാതിരി ഡിക്ക് ഡിക്ക് ഡിക്കേന്നും പറഞ്ഞങ്ങോട്ട് പൊട്ടി. അച്ഛൻ പറഞ്ഞു, ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ തോറ്റു. ഇനി ഈ ഡിക്ക് വളർന്ന് രക്ഷപ്പെടുമെന്ന് തോന്നണില്ല. ഇനിയുള്ള കാലം വല്ല ഡെക്കും വളർത്തി അങ്ങോട്ട് ജീവിക്കുക. ഡെക്കിന് വളർത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പക്ഷിപ്പനി വരാതെ നോക്കണം. ഇനി അച്ഛന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ കാര്യത്തില് അത് അച്ചട്ടായി. മോനെ ചുരുളി, അച്ഛന്റെ ഏത് ഉപദേശാടാ പാഴായിട്ടുള്ളത്? അച്ഛനല്ലേ പറയാറ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണികളാണെന്ന്. എന്നിട്ടിപ്പൊ എന്തായി അച്ഛാ? നമ്മുടെ കണ്ണിൽ ഒരു ഉണ്ണി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് പൊട്ടിച്ചു കളയും. ജനങ്ങളും അത്രേ ചെയ്തുള്ളൂ. ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങി. ഗുരുവായൂരപ്പാ, ഇങ്ങേർക്ക് ആർത്തിമൂത്ത് പ്രാന്തായിന്ന് തോന്നുന്നു. ലീഡറ് വോട്ടു തേടി പോയപ്പോ ബോധമുള്ള നാട്ടുകാർ അരിവാളിനോട്ടു നൽകിയേ. എടോ ലീഡറെ, ഇപ്പോ തനിക്കും മോനും മനസ്സിലായില്ലേ? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം. കളിയാക്കണ്ട അച്ഛമ്മ. ഓന്തോടിയാൽ എവിടെ വരെ ഓടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ ഓന്തോടുമെടോ, അതിവേഗം ബഹുദൂരം. തന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന ഓന്തല്ലിത്. ഈ ഓന്തിനൊറ്റ നിറമേ ഉള്ളൂ, അതും ചുവപ്പ്. ഓടിക്കൂ അച്ചുമാമ, പക്ഷേ കൂടെയുള്ളവര് പിണങ്ങാറാകാതെ നോക്കിയാ മതി. ആരെയും പിണക്കാതെ ഭരിക്കാൻ എനിക്കറിയാം. മുതലക്കുഞ്ഞിനെ നീന്തല് പഠിപ്പിക്കാൻ നോക്കണ്ട. എടോ അച്ഛമ്മ, തനിക്ക് ഭരിക്കാൻ അറിയില്ല. ഭരണമെന്ന പണി എനിക്കേ അറിയൂ. തന്റെ ഭരണം കേരള ജനത കണ്ടു മടുത്തടോ. ഇനി ഞാനാണ് ഭരിക്കാൻ യോഗ്യൻ. അല്ല, ഞാനാണ് ഭരിക്കാൻ യോഗ്യൻ. രണ്ടുപേര് തർക്കിക്കണ്ട. ഭരിക്കാൻ യോഗ്യം നിങ്ങൾ രണ്ടുപേരുമല്ല, അത് ഞാൻ തന്നെയാണ്. ഒരിക്കലുമല്ല, ഞാനാണ് യോഗ്യൻ. അല്ല, ഞാനാണ് യോഗ്യൻ. നിങ്ങൾ രണ്ടുപേരും തർക്കിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ തന്നെ യോഗ്യൻ. ഞാനാണ് യോഗ്യൻ. കേരളം ഭരിക്കാൻ ഞാനാ യോഗ്യൻ. ഞാൻ പോടോ. ഞാനാണ് യോഗ്യൻ. ഞാൻ പോടോ. ഞാൻ പോടോ. ഞാൻ പോടോ. ഞാൻ പോടോ. നിർത്ത്. ആരാ മനസ്സിലായില്ല? ഞാൻ മഹാബലി. പണ്ട് കള്ളവും ചതിയും വഞ്ചനയുമില്ലാതെ ഈ കേരള നാട് ഭരിച്ചിരുന്ന ആ പഴയ ചക്രവർത്തി. ഇന്ന് എൻ്റെ നാട് കള്ളത്തരങ്ങളുടെയും വഞ്ചനകളുടെയും വിളനിലമായി മാറിക്കഴിഞ്ഞു. പണ്ട് പാതാളത്തിലേക്ക് ചവിട്ടുകൊണ്ട് താഴുമ്പോഴും എനിക്കൊരു ദുഃഖമുണ്ടായിരുന്നു. കള്ളവും ചതിയും വഞ്ചനയുമില്ലാതെ എൻ്റെ നാടിനെയും പ്രജകളെയും ആരു ഭരിക്കുമെന്ന്. ഇപ്പോൾ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു. എൻ്റെ പ്രജകൾ അതിന് യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി ഈ നാട് അച്ചുമാമ ഭരിക്കട്ടെ. സധൈര്യം ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ ഈ കൊച്ചു കേരളത്തെ. അച്ചുമാമ 5 വർഷം തികച്ചു ഭരിക്കണം. എങ്കിൽ ഞാൻ വരട്ടെ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. എന്താണാവോ? പണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാവല്ലേ? എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ട് പോയാ മതി. പണ്ട് എത്ര ഏക്കർ വനഭൂമി വെട്ടിനിരത്തിയാണ് താങ്കൾ കൊട്ടാരം പണിതത്? അറിയില്ല. അപ്പോൾ വനം കയ്യേറ്റം. കൊട്ടാരത്തിന്റെ കരം തീർത്ത രസീതോ ആധാരമോ കൈവശമുണ്ടോ?
ഇല്ല. അപ്പോൾ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിട്ട് വൻ നികുതി വെട്ടിപ്പ്. ആട്ടെ, ഈ കിടക്കുന്ന ആടയാഭരണങ്ങൾ എവിടെന്ന് കിട്ടി? അത് തായ്വഴിയായി കിട്ടിയതാണ്. അപ്പോൾ പാരമ്പര്യമായി കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുമായി രഹസ്യബന്ധം. ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. മതി, ഈ 3 കാരണങ്ങൾ മതി എനിക്ക് നിങ്ങളെ കോടതി കയറ്റിയിറക്കാൻ. ഞാൻ പഴയ ഒരു ചക്രവർത്തിയാണ്. ചക്രവർത്തിയായാലും ശർക്കര വരട്ടിയായാലും ഞാൻ മുഖം നോക്കാതെ നടപടിയെടുക്കും. അതാണ് ഈ അച്ചുമാമ. മോനെ ചുരുളീതരാ വിറ്റോടാ. അവനവൻ കുടിക്കുന്ന കുഴികൾ